റെഡ് കളർ പോളോ ഒറിജിനൽ ജി ടി ആണത്. ഒറിജിനൽ ജി ടി. അതെ, ഓട്ടോമാറ്റിക് ആവുമ്പോ ഓട്ടോമാറ്റിക്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2021 മോഡൽ. ചോദിക്കുന്നത് 1.5 ആ ലെവലിലാണ് ചോദിക്കുന്നത്. അതും അലവിലൊക്കെ ചെയ്തോണ്ടിരിക്കും. 29 വരെ പേപ്പറും ഉണ്ട്. ചോദിക്കുന്നത് 3.60. 3.60 കുറച്ച് കൊടുക്കും. മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? നമ്പറൊക്കെ 2017 നമ്പർ. 2017 ആണ് മോഡലാണ്. 2017 മോഡലാണ്. 2017 നമ്പർ ഉണ്ടല്ലോ അല്ലേ? 2.30. 2,30,000 ആണ് 11 മോഡല് റെഡ്സിന് ചോദിക്കുന്നുണ്ട്. അത് വീഡിയോ ഡീസൽ വണ്ടിക്ക്. അതിന് കുറെ ഉണ്ടാവോ? ചോദിക്കല് നമ്മൾക്ക് 5,20,000 നമുക്ക് കൊടുക്കാം. 5,20,000 കൊടുക്കാം. അതിന് കുറയാൻ ഒന്നുമില്ല. ചോദിക്കുന്നത് 1.90. ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. അതാണ് 1,90,000 ആണ്. 5 വർഷം പേപ്പർ എടുത്ത വണ്ടി. എല്ലാ ക്വാളിറ്റി. 8 ലക്ഷം റുപ്യക്ക് കേരള നമ്പർ ആക്കുവോ? നമ്പർ ആക്കൂല, അങ്ങനെ കൊടുക്കും. നമ്പർ ആക്കാതെ PV കൊടുക്കും. പോണ്ടിച്ചർ രജിസ്ട്രേഷനിലാണ് കൊടുക്കൂലേ? 8 ലക്ഷം റുപ്യക്ക് ഓടി Q7 കൊടുക്കാം. 7 സീറ്റ് വണ്ടിയിലെ. അപ്പൊ നമ്മളങ്ങനെ ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കേണ്ടത്. കരുവാരക്കുണ്ടാട്ടോ. ഓൺ വീൽ എന്ന യൂസർകാരുടെ ഷോപ്പിലാണ് നല്ല ഓഫറുള്ള അടിപൊളി വണ്ടികളാണ്. 1.5 ലക്ഷം മുതൽ നല്ല അടിപൊളി സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതേമാതിരി 2 അടിപൊളി പോളോ GT ഉണ്ട്. 2 GT ഒറിജിനൽ GT ആണ്. അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ചെറിയ പൈസ തരും. 1 ലക്ഷം മുടക്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. നമ്മളെ കൂടുതൽ ആബിദൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ? ഷാറല്ലേ? നമ്മളെ ലൊക്കേഷൻ പറയുന്നല്ലേ? നമ്മള് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട്. മലപ്പുറം ജില്ലയിലാണ്. കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ട് പുന്നക്കാട് വേലാറ്റ് റോട്ടില് ഫസ്റ്റ് ഷോപ്പ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അല്ലെ? ഗൂഗിളിലെ ഓൺ വീൽസ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇനിയിപ്പോ അതല്ല 3-4 നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കിട്ടും. കൊടുക്കുമല്ലോ. എത്ര മുതൽ വണ്ടികൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ 1.5 ലക്ഷം മുതൽ നമ്മൾ ചെറുവണ്ടികളാണ് ചെയ്യണം മെയിൻ ആയിട്ട്. 1.5 ലക്ഷം മുതൽ വണ്ടികൾ സ്വിഫ്റ്റുകളാണ് സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? അതേപോലെ പോളോ GT ഒറിജിനൽ ഒറിജിനൽ പോളോ GT ഉണ്ടല്ലേ? 2 ഉണ്ട്. 2 ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതാണ് ഏത് വണ്ടിക്കും വിളിച്ചോളി. ലക്ഷറി വണ്ടി Q7 ആണോ? ചെറിയ പൈസ തരുമല്ലോ. എല്ലാ വണ്ടി നമ്മൾ അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓല് വിളിച്ച് ഏത് വണ്ടി സെറ്റ് ആയി കൊടുക്കും. മേജർ ആക്സിഡന്റും ഫ്ലഡും ടോട്ടൽ ലോസ് ഫ്ലഡ് മേജർ ആക്സിഡന്റ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. എല്ലാം ഗ്യാരണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് ഒക്കെ വീഡിയോ കാണാം. എല്ലാ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ടപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചെറിയ വിലക്കുള്ള അടിപൊളി സ്വിഫ്റ്റുകളല്ലേ? പുതിയ ഷോറൂമാണ്. ഒക്കെ മാക്സിമം വില കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാല്ലേ? ഒക്കെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നല്ല അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ. ബ്ലാക്ക് കളർ അല്ലേ? 5225 നമ്പർ ഉണ്ട്. കേരള 53 പെരിന്തൽമണ്ണ അല്ലേ? 2009 വെള്ള 9 LXi. LXi പെട്രോൾ വണ്ടിയാണ്. അപ്പൊ പെട്രോൾ വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? ഇത് പുതിയ പേപ്പർ 29 വരെ പേപ്പർ ഉണ്ട്. എല്ലാവരും ക്ലിയർ ആണല്ലോ? എല്ലാ ഭാഗവും ക്ലിയർ. അലവില് കാര്യങ്ങളൊക്കെ ചെയ്താണ്. എത്ര ഓടിക്കണമെന്നല്ലേ? ഇത് 1ന്റെ ഉള്ളിൽ ഓടിക്കുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ഇത് 2 നിലവിലുള്ള. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? അതെ. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണല്ലേ? പക്ക വർക്കിംഗ്. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? നമ്മളിപ്പോ ചോദിക്കുന്നത് 1.5 ആ ലെവലിലാണ് ചോദിക്കുന്നത്. അതും അലവിലൊക്കെ ചെയ്തോണ്ടിരിക്കും. 29 വരെ പേപ്പറും ഉണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കൂലേ? കൊടുക്കാം. ലോണ് കയറുമ്പോ ലോണ് നമുക്ക് ഫിനാൻസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അതും ഈ ചുറ്റുവട്ടത്തിലൊക്കെ 1.5 ലക്ഷം ചോദിക്കണ്ടേ? അതിലെന്തെങ്കിലും കുറച്ചുകൂടെ ഉണ്ടാവോ? ചെറുതായിട്ട് എന്തെങ്കിലും നോക്കാം നമുക്കല്ലേ? എണ്ണക്കായാലും കുറച്ച് കൊടുക്കാല്ലേ? ലോണ് സെറ്റ് ലോണേ കയറുള്ളൂ. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലെ? എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യலாம். ഫ്ലഡ് പരിപാടി ഒന്നും ചെയ്യലല്ലേ? അതൊക്കെ ഗ്യാരണ്ടി അല്ലേ? ഫ്ലഡ് ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റ് ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞു എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി. ഓക്കെ. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 16-15 കിലോമീറ്റർ ഒക്കെ ആ ലെവല് മൈലേജ് കിട്ടുന്നുണ്ടല്ലോ. അടുത്ത വണ്ടി വീണ്ടും ബ്ലാക്ക് എഡിഷൻ സ്വിഫ്റ്റ് ആണല്ലേ? ഇതിന്റെ അതേപോലെ ബ്ലാക്കിലെ 2012 സ്വിഫ്റ്റ്. 12 ആണ്. മോഡലുണ്ട്. അത് ഡീസലാണ്. VDI ആണ്. ഡീസൽ വണ്ടി VDI ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അലവിലൊക്കെ എക്സ്ട്രാ ചെയ്തോളല്ലോ? അലവിൽ എക്സ്ട്രാ ചെയ്താണ്. എത്ര ഓടികളെ? ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഇത് 1.53 ആണ്. 1.5 ലക്ഷം ഓടി. 1.53 ഓടിക്കണോ? കിലോമീറ്റർ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡോ? അല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട്. മാറിക്കണോ? അതെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഇല്ലല്ലോ? ഒരു പരിപാടി ഇല്ല. ടോട്ടൽ ലോസ് ഫ്ലഡ് ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ? ഇത് നമ്മള് 3.25. 3,25,000 ആണ്. 12 മോളില്
സ്വിഫ്റ്റ് വീഡിയോ ചോദിക്കുന്നുണ്ട്. അത് എക്സ്ട്രാ അലവിലൊക്കെ ചെയ്തോണ്ടി എല്ലാം അതെ. എന്തായാലും കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് ചെയ്ത് കൊടുക്കാം, നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടുമോ? മൈലേജ് ഒരു 10-12 കിലോമീറ്റർ ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും 10,000 മുടക്കിൽ വണ്ടി ഇറക്കൂലേ? അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റിലെ അതെ 2016 സ്വിഫ്റ്റ് 16 ഉണ്ടല്ലേ? 2016 VXI പെട്രോൾ വണ്ടിയാണ്. 40 ഫാൻസി നമ്പറും ഉണ്ട്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ? കിലോമീറ്റർ ഇത് 89 എങ്ങാനും മീറ്ററില് ഓടിക്കണ്ടേ? വീട്ടിൽ കാണാൻ നമ്മൾ പറഞ്ഞില്ലേ? അതെ അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഒക്കെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണതാല്? നമ്മളിത് 440 4,40,000 16 മോളില് സ്വിഫ്റ്റിന് ചോദിക്കുന്നുണ്ട്. അതെ അതെ. അതിലെന്തായാലും കുറച്ച് കൊടുക്കൂലേ? നമ്മള് മാക്സിമം കമ്മിയാക്കിട്ടാണ് പറയുന്നത്. ആളുകൾ വന്നോട്ടല്ലേ? അതിനനുസരിച്ച് മാക്സിമം ചെയ്യാമല്ലോ. നമുക്ക് ചെയ്യാം. ഓക്കെ. 40 ഫാൻസി നമ്പറും ഉണ്ട്. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഇതിപ്പോ ഒരു 4 ലക്ഷം രൂപ വരെ മാക്സിമം കയറും. 40 രൂപ 30 രൂപ വണ്ടി ഇറക്കാം അല്ലെ? പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം അല്ലേ? നല്ല പാർട്ടി ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ഇത് ഇപ്പൊ 2016 ആകുമ്പോ ഒരു 16-17 കിലോമീറ്റർ ആ ലെവലിൽ മൈലേജ് കിട്ടൂലേ? പറഞ്ഞു കൊടുക്കാം. പണി വരൂല, അതാണ് പറഞ്ഞല്ലേ? പെട്രോൾ വണ്ടിയല്ലേ? അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റിലെ ഇനി ന്യൂ ഷേപ്പ് ആയിക്കോട്ടെ. ന്യൂ ഷേപ്പ് നമ്മൾ ഓരോ ജനറേഷൻ കഴിഞ്ഞു പോകുന്നു. എല്ലാം ഉണ്ടല്ലേ? ഓൾഡ് മുതലേ ഇപ്പൊ ന്യൂ വരെ എത്തി. അപ്പൊ എങ്ങനെ ഈ സ്വിഫ്റ്റ് മോഡൽ വരുന്നത്? ഇത് 2018 VXI ആണ്. 18 മോഡൽ VXI പെട്രോൾ വണ്ടി. അതെ. എത്ര ഓടിക്കണമെന്നാല്? അത് 1.2 എങ്ങാനും ഓടിക്കും. 1,02,000 കിലോമീറ്റർ. അതെ. കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. അപ്പൊ പക്ക ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം ക്ലിയർ വണ്ടിയില്ല? ഷോറൂം സർവീസിൽ വണ്ടിയാണ്. വണ്ടി. അതെ. സിംഗിൾ ഓണറിലല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. അതെ. AC സ്റ്റാറും 4 ഡോർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയില്ലേ? എല്ലാം VXI റീപ്ലേസ് എന്നാല്? റീപ്ലേസ് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. അത് ഷോറൂം തന്നെ കാര്യം. അതെ അതെ. ഹിസ്റ്ററി ഉണ്ടാവുന്ന ചെക്ക് ചെയ്ത് കറക്റ്റ് അറിയാൻ കഴിയാലോ അല്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമ്മളിത് 540 ചോദിക്കുന്നത്. അതെ. അതിലെന്തായാലും കുറച്ച് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോണൊക്കെ മാക്സിമം ലോണ് കയറും. പ്രൊഫൈൽ കാര്യങ്ങളിലവർക്ക് മാക്സിമം ചേർക്കാം. 5,40,000 വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. മാക്സിമം ലോണും കയറും. ഒരു 4-5 രൂപ കയറൂലേ? മാക്സിമം കയറുമല്ലേ? നല്ല പ്രൊഫൈലാണ്, ഫുൾ ലോണാണ്. അല്ലെങ്കിൽ 40 രൂപ 30 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഇതിപ്പോ പെട്രോൾ മാത്രം മൈലേജ് ഉണ്ട്. ഇതെന്തായാലും ഇപ്പൊ 20 കിലോമീറ്ററോളം മൈലേജ്. ആ ലെവലിൽ മൈലേജ് എന്തായാലും കിട്ടും. കമ്പനി എന്തായാലും പറഞ്ഞിട്ട് അതേ ലെവലിൽ കിട്ടുമല്ലോ. അടുത്ത വണ്ടി ബലേനല്ലേ? 3 ബലേനുണ്ടല്ലേ? വെള്ള, നീല, ഗ്രേ അല്ലേ? അപ്പൊ ഗ്രേ ആയിക്കോട്ടെ. അതിലെ ഗ്രേ ആയിക്കോട്ടെ. നോക്കാം എങ്ങനെ മോഡലുണ്ട്? ഇത് 2018 മോഡലാണ്. അതെ. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഇത് ഡെൽറ്റ ഓപ്ഷൻ വരുന്നത്. അതെ. എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1ന്റെ ഉള്ളിലായിട്ടുണ്ട് ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് എത്രയാണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതെ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങൾ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? ഒക്കെ പക്ക ഹിസ്റ്ററി, ഷോറൂം സർവീസ് വണ്ടി, ഫുള്ള് ഹിസ്റ്ററികളാണ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മൾ ചോദ്യം 565. 565. അതെ. അതിലെന്തേ ചെറിയ വണ്ടി കുറച്ച് കൊടുക്കൂലേ? ചെറിയ മാറ്റം എന്തെങ്കിലും വെച്ച് കൊടുക്കാല്ലേ? അതെ. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ എത്ര കയറും? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 5 രൂപ ആ ലെവലിൽ കയറും. അതിന് എപ്പോഴും കയറൂലേ? പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ? എന്നാലും ഒരു 10-40 രൂപ ഇറക്കൂലേ? 60 രൂപ ഉണ്ടായിക്കോട്ടെ മാക്സിമം. അല്ല നമ്മളെത്ര കുറച്ചോട്ട് കാര്യം പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ ഇറങ്ങുള്ളൂ. അതൊക്കെ ഓരോ പാർട്ടിന്റേതാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 20 കിലോമീറ്ററിനുള്ളിൽ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി പക്കേന്. അടുത്ത വണ്ടി വീണ്ടും ബലേനല്ലേ? അതെ, ബലീനോ. ഗ്രേ കഴിഞ്ഞ ബ്ലൂ അല്ലേ? എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 വണ്ടിയാണ്. 17 മോഡലുണ്ട്. അതെ. ഓപ്ഷൻ തന്നെ? ഓപ്ഷൻ ഡെൽറ്റ തന്നെ ഉണ്ട്. അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? കൊടുക്കും. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററി. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.9 ഓടിക്കണം. 1,09,000 കിലോമീറ്റർ ഓടിക്കണോ? അതെ. സിംഗിൾ ഓണർഷിപ്പാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാ? അതെ അതെ. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമ്മളിത് 5.45 കൊടുക്കാം. 5,40,000 വണ്ടി കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കുമോ? ചെറുതായിട്ട് എന്തെങ്കിലും നോക്കാൻ നോക്കില്ലേ? എണ്ണക്കായ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. കസ്റ്റമർ എന്തെങ്കിലും കുറക്കാതെ മുള്ളൂല. അതെ. അതാണ്.
ലോൺ എത്ര കയറുന്നാലേ? ലോണ് മാക്സിമം ഒരു 5 റുപ്യന്റെ റേഞ്ചിൽ ലോണ് കയറേണ്ടതാണ്. മാക്സിമം എല്ലാം കയറും. എന്തായാലും 14 റുപ്യക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോളാ. എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 20ന്റെ ഉള്ളിൽ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. പണികൾ കാര്യങ്ങളൊന്നും കമ്പനി ഇസ്റ്ററിലുണ്ട്. അതെ, ധൈര്യമായിട്ട് കൊടുക്കാം. പക്കാ ഷോറൂം ഇസ്റ്ററിലല്ലേ? അടുത്ത വണ്ടി വീണ്ടും വിലല്ലേ? ഇത് കുറച്ച് അലവിലൊക്കെ ചെയ്താൽ കുറച്ച് കുറച്ച് ചെയ്താണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017-18 റേസറാ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ഓപ്ഷൻ ഏതാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. ഓപ്ഷൻ ഏതുണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ്. ഓപ്ഷൻ ഡെൽറ്റ അത് ഇതും ഡെൽറ്റ. 3 വണ്ടി നമ്മളെ സ്റ്റോക്കിലെ ഡെൽറ്റ. 3 ഡെൽറ്റ ആണല്ലേ? അതെ. ഇതിന് പ്രത്യേകിച്ച് കുറച്ച് അലവില് കാര്യങ്ങള് അലവില് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ കളറും ചെയ്തു. അത് പാർട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാണ്. സ്റ്റിക്കർ ഒട്ടിച്ചു. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.35 ഓടിക്കണം. 1,35,000. അതെ. ഓണർഷിപ്പ് സിംഗിളാറിന്? ഇത് ഇല്ല, സെക്കൻഡ് ഓണറാ നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി പക്ക ഷോറൂം സർവീസിലെ വണ്ടിയാണ്. എല്ലാം വണ്ടിയാണല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ 5.4. 5.4 എന്തെങ്കിലും കുറച്ച് കൊടുക്കും? ഇല്ല, 5.4 നെറ്റ് കൊടുക്കാം. നെറ്റ് കൊടുക്കാം. ഇനി കുറയാനൊന്നുമില്ല. എന്നാ ലോൺ എത്ര കയറും? ഇത് നമുക്ക് മാക്സിമം ഒരു 5 റുപ്യന്റെ ഉള്ളിലായിട്ട് മാക്സിമം ലോൺ കയറും. 10,25,000 20,000 മുടക്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാനല്ലേ? പെട്രോളായിരുന്നെ? അത് പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? ഇതും 16-17,000 കിട്ടുമല്ലോ. അടുത്ത വണ്ടല്ല അടിപൊളി പോളല്ലേ? പോളോ, റെഡ് കളർ പോളോ. ഒറിജിനൽ GT ആണത്? ഒറിജിനൽ GT. അതെ. ഓട്ടോമാറ്റിക് ആവുമ്പോ? ഓട്ടോമാറ്റിക്. എങ്ങനെ മോഡലല്ലേ? ഇത് 2021 മോഡൽ. 21 മോഡലാണല്ലേ? GT ഓട്ടോമാറ്റിക്കിലെ ഒറിജിനൽ GT അല്ലേ? ഒറിജിനൽ. ഓക്കെ. അതിലേനാണ് ഏറ്റവും ഫുൾ ഓടെ ഉണ്ട്. അതെ. എത്ര ഓടികൾ അങ്ങനെയാണെങ്കിൽ? ഇത് 15,000 കിലോമീറ്റർ ഉള്ളിൽ ഓടിക്കുള്ളൂ. ഓടിയിട്ടുള്ളൂ. 15,000-നുള്ളിലാണ് ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല. ഷോറൂം കണ്ടീഷനിലാണ് കൊണ്ടുപോകാം. നല്ല അടിപൊളി ഓട്ടോമാറ്റിക്കില്, അത് ഒറിജിനൽ GT-ലാണ് കൊണ്ടുപോകാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9.5 ലക്ഷം റുപ്യ. 9.5 ലക്ഷം റുപ്യക്ക് അതും GT ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. അതും ഐലൈനില്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ലോൺ കയറില്ല? ലോൺ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം എത്ര? 10-50 റുപ്യ ഇറങ്ങോ? ഇല്ല, ഒരു റുപ്യ മുടക്കിൽ നമുക്ക് GT ഓട്ടോമാറ്റിക് ഉണ്ടാക്കാം. അത് 21 മോഡലല്ലേ? മോഡലുള്ള വണ്ടി ഉണ്ടാക്കാം. ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. പെട്രോൾ ഉണ്ട്? പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 14-15 അതിന്റെ ഉള്ളിൽ. 15-ന്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് എന്തായാലും GT ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഇസ്റ്ററിലെ വണ്ടി. ഒന്നുമില്ല. അടുത്ത വണ്ടി വേഗണർ അല്ലേ? എങ്ങനെ മോഡലായിരുന്നേ? ഇത് 2016-17 മോഡൽ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഉണ്ട്. അതെ. ഇതേതാ? LXI VXI? ഇത് VXI ഓപ്ഷൻ വണ്ടി അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓടിക്കണെന്നാല്? ഇത് കിലോമീറ്റർ 65 ഓടിക്കും. ആ ലെവലിലാണ് ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡാ നിലവിൽ ഇപ്പൊ സെക്കൻഡിലാണ് നടക്കുന്നത്. റീപ്ലേസ് ഉണ്ടെന്നാല്? ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഷോറൂം സർവീസ് വണ്ടി. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. LCD കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി എല്ലാം കൂടെ ഉഷാറ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമ്മളത് ചോദിക്കുന്നത് 3.60. 3.60 കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എന്നാ ലോണ് കാര്യങ്ങളൊക്കെ എത്ര കയറും? ഇതിന് മാക്സിമം 3-ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് മാക്സിമം കയറും. എന്തായാലും 10,000 മുടക്ക് വണ്ടി ഇറക്കാം. അല്ല പെട്രോൾ ആയിരുന്നു? പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 16 കിലോമീറ്റർ ഒക്കെ. ആ ലെവലില് മൈലേജ് മൈലേജ് ഉണ്ടല്ലോ അല്ലേ? മൈലേജ് ഉണ്ട്. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. പക്ക ഷോറൂം സർവീസ് വണ്ടി. അടുത്ത വണ്ടി വീണ്ടും പോളോ GT-ലെ? ഒറിജിനൽ GT ആണ്. അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. നമ്പർ ഒക്കെ 2017 നമ്പർ? 2017 ആണ് മോഡലും. മോഡലാണ്? 2017 മോഡലാണ്. 2017 നമ്പർ ഉണ്ടല്ലോ അല്ലേ? അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 54,000 കിലോമീറ്റർ ഓടിയുണ്ട്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഐലൈനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓർഡർ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിള്. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒരു പരിപാടി ഇല്ലല്ലേ? കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി GT ഓട്ടോമാറ്റിക് അല്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമ്മള് പോളോ GT ഓട്ടോമാറ്റിക്കൽ ചോദിക്കുന്നുണ്ട്. അത് ഒറിജിനൽ GT-ക്ക് ലാസ്റ്റ് പ്രൈസ് ആട്ടോ. ലാസ്റ്റ് ടൈമിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം മുട്ടി നമ്മൾ വീഡിയോയിൽ പറയത്തില്ല. അതെ. എന്നാ ലോൺ എത്ര കയറും?
മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 10-50 റുപ്യ ഇറങ്ങോ? ഒരു 10-20 റേഞ്ചില് 10-80 മുടക്കിൽ നമുക്ക് പോളെ ചീട്ടി കൊണ്ടാകാം. അതൊക്കെ പിന്നെ ഓരോ കസ്റ്റമർ അതല്ലേ, പ്രൊഫൈലിനനുസരിച്ചല്ലേ ലോൺ കയറാം. എന്തായാലും പ്രൊഫൈൽ ഉഷാറ് മാക്സിമം ലോണാണ്. മാക്സിമം ചെയ്ത് കൊടുക്കും. ഇതും പെട്രോളാ? ഇതും പെട്രോൾ. എത്ര മൈലേജ് കിട്ടും ഇത്? 15-നുള്ളില്. 15-നുള്ളിൽ ഓട്ടോമാറ്റിക് പറഞ്ഞു കൊടുക്കുക. എല്ലാം പവർ ആയിക്കറല്ലേ? ജിടി പിന്നെ ആരോട് പറയേണ്ട ആവശ്യമില്ലല്ലേ? വണ്ടി i20 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 എത്ര മോഡൽ? 2019 വണ്ടിയാണ്. 19 മോഡല് i20 ആണല്ലേ? ഇത് ഓപ്ഷൻ ആശ? ഇതല്ല, അത് നമ്മൾ സ്പോർട്സ് ഓപ്ഷനിലാണ്. സ്പോർട്സ് ആണ്. അപ്പൊ അലവിൽ പക്ഷെ ചെയ്തേക്കാരം? അല്ല, അലവിൽ ഇതിൽ വരുന്നതാണ് കമ്പനി വരണ്ട. ഓപ്ഷനിലാണ്. ഓപ്ഷണൽ ആയിട്ട് വരുന്നത്. എത്ര ഓടിക്കണമെന്നാല്? ഇത് 1-ന്റെ ഉള്ളിലായിട്ട് ഓടിയിട്ടുള്ളൂ. 1-ന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത്. അതെ. അപ്പൊ പെട്രോൾ വണ്ടിയാക്കാരം? പെട്രോൾ വണ്ടിയാ. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സിംഗിൾ ഉണ്ടോ? സിംഗിളോ? അതെ, സിംഗിളാ. ഓക്കെ. റീപ്ലേസ് എന്നാല്? ഇല്ല, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കുക. ധൈര്യമായിട്ട് കൊടുക്കുക കസ്റ്റമർക്ക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മള് 5.80. 5,80,000. 8.0. 5,80,000 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കാല്ലേ? അതെ, കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. ചെയ്ത് നോക്കാല്ലേ? പ്രൊഫൈലൊക്കെ മാക്സിമം ലോണാണ്. മാക്സിമം ചെയ്തു. 19 റുപ്യ 70 റുപ്യ മുടക്കിലൊക്കെ വണ്ടി എടുക്കാല്ലേ? പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്യും. അത് ഓരോരുത്തർ കസ്റ്റമർ പ്രൊഫൈലും എത്ര കുറച്ച് പറഞ്ഞാലും പോലെ പ്രൊഫൈൽ എങ്ങനെ വെച്ചാൽ ചിലപ്പോ സിവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം കയറൂലേ? 750 മാപ്പ് ഉണ്ടെങ്കിൽ ഫുൾ ലോണാണ്. ഏകദേശം കയറും. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ? ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടുന്നാല്? ഇത് പെട്രോൾ ആകുമ്പോ നമുക്കൊരു 15 കിലോമീറ്റർ മൈലേജ് ആ ലെവല് പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല പവറുള്ള വണ്ടിയൊക്കെ അല്ലേ? അതാണ്. അടുത്ത വണ്ടി അതേപോലെ ഒരു ക്രെറ്റാണല്ലോ, ബ്ലാക്ക് എഡിഷൻ വണ്ടി. ഹുണ്ടായിന്റെ ക്രെറ്റ് അല്ലേ? എങ്ങനെ മോഡലുണ്ട്? ഇത് 2015-16 റേസ്. 15 മോഡല് 16 റേസ് വണ്ടിയാണ് അല്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് 1.50. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം. അതെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഓപ്ഷൻ തന്നെ? ഓപ്ഷൻ ഇത് E+ ആണ് വരുന്നത്. E+ ആണ് ഓപ്ഷൻ വരുന്നത്. 1.4-ലാണ്. ഓക്കെ. അപ്പൊ നല്ല പവർ ഉണ്ടാവും. മൈലേജ് ഇല്ല വണ്ടിയൊക്കെ. മൈലേജ് ഉണ്ടാവും. ഡീസലാ. സീറ്റുകളൊക്കെ ഉഷാറാണല്ലേ? അതെ. റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. നല്ല ലെതറിന്റെ കവറൊക്കെ ചെയ്ത വണ്ടിയില്ലേ? സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി ചെയ്ത ഉഷാറായത്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമ്മളിത് ചോദിക്കുന്നത് 6.25. 6.25 ചോദിക്കുന്നുണ്ട്. അതിലെന്തായാലും കുറച്ച് കൊടുക്കുമോ? ചെറിയ മാറ്റം നോക്കാല്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞൊന്നും ഫിക്സ്ഡ് അല്ല, എന്തായാലും ചെറിയ മാറ്റത്തിൽ കുറച്ച് കൊടുക്കാല്ലേ? ലോൺ കാര്യങ്ങൾ എത്ര കയറും? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് 10-50 1 ലക്ഷം 10-ന്റെ ഉള്ളിൽ മുടക്ക് ഇല്ല. 10,000 റുപ്യ മുടക്കണേ നമുക്ക്. 10,000 റുപ്യ മുടക്കണേ മാക്സിമം ഏത് വണ്ടി? ഈ ഷോറൂമത്തെ 10-30 വണ്ടി കൊടുക്കാൻ പറ്റും. അതാണ് 70,000 മുടക്കിൽ ഈ വണ്ടികളൊക്കെ കൊടുക്കാൻ പറ്റും. ഡീസലുണ്ട്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 20 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യം പറയാം. അടിച്ചു പോവാ. നല്ല മൈലേജിലാണ്. 1.4 ആണ്. അടുത്ത വണ്ടി വീണ്ടും i20 റെഡ് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് ആണല്ലേ? വൈറ്റ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2014 സ്പോർട്സ് ഓപ്ഷനിലാണ്. 14 മോഡല് സ്പോർട്സ് ഓപ്ഷണൽ ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് വരും. അതെ. ഓക്കെ. അളവിലെ കമ്പനി വരുന്നില്ലേ? ഷോറൂം. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് കാര്യങ്ങള്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. സീറ്റൊക്കെ ഉഷാറാണല്ലേ? ഒക്കെ കുഴപ്പമില്ല. റീപ്ലേസ് കാര്യങ്ങള്? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ഇതിന് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. ചെക്ക് ചെയ്ത് നോക്കാലല്ലേ? നോക്കിട്ട് കൊണ്ടുപോവാം. ഓക്കെ. എത്ര വണ്ടി നമ്മള് ചോദിക്കണെന്നാല്? നമ്മളിത് 4.30. 4,30,000 വണ്ടിക്ക് ചോദിക്കുന്നു. അതെ. അതിന് ചെറിയ മട്ടത്തിൽ എന്തെങ്കിലും നോക്കാം നമുക്കല്ലേ? കസ്റ്റമർ എന്നാലേ മാക്സിമം ചെയ്ത് കൊടുക്കും. മാക്സിമം ചെയ്തു. ലോൺ കാര്യം മാത്രം കയറും? ലോണൊക്കെ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 50-50 റുപ്യ 60 റുപ്യ മുടക്കില് ഇറക്കി കൊടുക്കും. കൊണ്ടിറക്കാല്ലേ? ഡീസലാ പെട്രോളാ? ഇത് പെട്രോളാ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15 കിലോമീറ്റർ ആ റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ഓല ഓടിക്കുമ്പോ ഉഷാറാണോ? നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. ഓല ഓടിക്കണ്ടല്ലേ? ഏകദേശം മൈലേജ് ആണ് നമ്മൾ പറഞ്ഞല്ലേ? അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ അല്ലേ? നിസാന്റെ ബ്ലാക്ക് എഡിഷൻ വണ്ടി. അതെ. അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? അലവില് ചെയ്ത വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് XV ആണ്. XV ആണ്. എങ്ങനെ മോഡലുണ്ട്? 2011 ആണ്. 11 മോഡൽ XV ആണല്ലേ? ഡീസൽ വണ്ടിയാണ്. ഒറിജിനൽ മലപ്പുറം വണ്ടി തന്നെയാണല്ലേ? മലപ്പുറം വണ്ടി. 20 നമ്പർ വരുന്നുണ്ട്. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.64 മീറ്ററില് ലെവലാണ് ഓടിക്കുന്നുണ്ട്. മീറ്റർ കാണാൻ പറയുള്ളൂ. അതെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് 3
ആ ലെവലാണ്. അത് നമ്മളൊരു മാറ്റത്തിൽ എടുത്താണ്. വന്നപ്പോ ചെയ്ത കച്ചവടം. മാറ്റത്തിന് എടുത്താണല്ലേ? അതെ. അപ്പൊ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കണ്ടാവും. വൃത്തിയാക്കാണ്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോളല്ലേ? ചെയ്താണ്. എല്ലാം പഴയ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മള് 220. എത്ര? 220 കൊടുക്കാം. 2,20,000 ചോദിക്കണ്ടല്ലേ? അതിൽ കുറെ ഉണ്ടാവോ? ഇങ്ങനെ കമ്മിയായി കൊടുക്കാം. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു കുറച്ചിലൊന്നും ഉണ്ടാവല്ലോ. ഓക്കെ, ഒക്കെ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ടാണ് കൊടുക്കുമല്ലോ. അതെ, കൊടുക്കാം. ഇതുമ്പോ ലോണ് കയറുന്നാല് ലോണ് കയറാതൊന്നുമില്ല. മാക്സിമം നമുക്ക് നോക്കാം. കസ്റ്റമർ എന്തായാലും അന്വേഷണം പറഞ്ഞു കൊടുക്കാല്ലേ? അതെ. ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഇതൊരു 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. നേരെ പറയും ചെയ്യാം. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡിലെ. അതെ, കിഡിലും കിടക്കാച്ചി വണ്ടി അല്ലേ? അതറിയില്ല. എങ്ങനെ മോഡലുണ്ട് ഇത്? 2016 മോഡല്. 16 മോഡലാണ് അല്ലേ? അതെ. ഓപ്ഷൻ വരുന്നുണ്ട്? ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ RX ആണ് വരുന്നത്. അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് എത്രയാണോ? സിംഗിളാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. സീറ്റർ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അടിപൊളി വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമ്മള് ചോദിക്കണത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമ്മള് 220. 2,20,000 വണ്ടിക്ക് ചോദിക്കണ്ടേ? അതെ. അതെന്തായാലും കുറച്ച് കൊടുക്കും. ഇല്ല, മാക്സിമം നമ്മൾ മുട്ടിച്ച പറഞ്ഞില്ലേ? മാക്സിമം കമ്മിയാക്കിട്ട് പറയാം. എന്നാ ലോണ് കയറപ്പോ ലോൺ ഇതിമേ മാക്സിമം ലോൺ ചെയ്തെടുക്കാം. ഫുൾ ഓൺ തന്നെ അറിയാം. അല്ലെ ഒരു 10-30 രൂപ 40 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാനല്ലേ? അതെ. ഇത് പെട്രോൾ എങ്ങനെ വരുന്നുണ്ട്? ഇത് പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. 17-18 ലെവലില് മൈലേജ് കിട്ടും. എത്ര ഓടിക്കണ്ടേ? ഇത് 94,000 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? കറക്റ്റ് ഹിസ്റ്ററിലെ വണ്ടിയില്ലേ? കമ്പനി സെക്കൻഡ് ഫസ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. അതേപോലെ അടിപൊളി അൾട്ടോ 800 ആണല്ലോ? അൾട്ടോ 800 എങ്ങനെ മോഡലുണ്ട്? 2016 മോഡലാണല്ലേ? അതെ. ന്യൂ ഷേപ്പ് ആണ്. LXi ഇത് LXi അല്ലേ? അതെ. ഓക്കെ. എത്ര ഓടിക്കണെന്നാല്? ഇത് ഒരു 65 മീറ്റർ കാണിക്കണം. ആ ലെവലാണ് മീറ്റർ കാണിക്കണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര ആണ്? ഇത് സെക്കൻഡ് ഓണറാ നിലവിലുള്ളല്ലേ? അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട്. മാറിയണോ? അതെ. വേറെ മേജർ കാര്യങ്ങൾ എന്തെയുണ്ടോ? മേജർ ഒന്നുമില്ലല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല. മേജർ ടോട്ടൽ ലോസ് ബ്ലഡ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി ആണല്ലേ? ചോദിക്കാല്ലേ? അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 230. 2,30,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്തി. ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. കയറും. 10-20 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. മാക്സിമം ചെയ്യാനല്ലേ? നല്ല പാർട്ടി ആണെങ്കിൽ നമുക്ക് ചെയ്യാനല്ലേ? ഓക്കെ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 10-15 കിലോമീറ്റർ മൈലേജ് കിട്ടൂല. എന്തായാലും കിട്ടും. കിട്ടുമല്ലേ? പിന്നെന്താ 20-18 പറയുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുള്ളൂ. അടുത്തോണ്ടല്ല അടിപൊളി റിഡ്സിലെ നല്ല ചുരുക്കുള്ള വെറൈറ്റി കളറാണല്ലേ? പച്ചയല്ല, ഗ്രീന്. ഒരു വെറൈറ്റി ഗ്രീനില്ലേ? ചെറുക്കുള്ള ഗ്രീന്. സൈഡ് നോക്കുമ്പോ നീല അങ്ങനൊക്കെ വരില്ല. പല ഐറ്റം കളറായിട്ട്. അതാണ്. എങ്ങനെ മോഡലായിരുന്നാല്? 2011. 11 മോഡലുണ്ട്. അതെ. ഇത് ഓപ്ഷൻ ആയിരുന്നേ? VDI ഓപ്ഷൻ. ഡീസൽ വണ്ടിയാണ്. അതെ. മൈലേജ് ഉള്ള വണ്ടി. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.35 മീറ്റർ കാണിക്കണം കേട്ടോ. മീറ്റർ കാണിക്കണം 1.35 ആണ്. അതെ. ഓണർഷിപ്പ് എത്രയാണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല. ഒന്നുമില്ല. ഇല്ല. മീറ്റർ കാരണം നമ്മൾ പറയുള്ളൂ അല്ലേ? വേറെ പണികളൊന്നും ചെയ്യല്ലേ? ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടിയാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമ്മളിത് ചോദിക്കുന്നത് 2.30. 2,30,000 ആണ്. 11 മോളില് റെഡ്സിന് ചോദിക്കുന്നുണ്ട്. അത് വീഡിയോ ഡീസൽ വണ്ടിക്ക്. അതിന് കുറെ ഉണ്ടാവോ? കുറയാനില്ല. മാക്സിമം മുട്ടിച്ചാണ് പറയുന്നത്. മാക്സിമം കമ്മിയാക്കി. ഓക്കെ. എന്നാ ലോൺ കയറി വണ്ടി ഇതിന് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ചെയ്യാനല്ലേ? 11 മോഡൽ ലോൺ മാക്സിമം കയറും. ചെയ്ത് കൊടുക്കും. ഒരു 10-50 മുടക്കിൽ ഇറക്കോ? അത് ഇറക്കി കൊടുക്കാം. ഇറക്കാനല്ലേ? 50,000 മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതെന്തായാലും ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടൂല. എന്തായാലും കിട്ടുമല്ലേ? അതാണ് ഐറ്റിൽ ഓടിക്കുക. അതാണ് പറഞ്ഞത്. അടുത്ത വണ്ടിയല്ല അടിപൊളി ഹോണ്ട സിറ്റിലെ നല്ല ഓഫർ വില പകുതി വിലക്കൾ കൊടുക്കാം. ഓഫർ ആയിട്ട് കൊടുക്കാം. അതാണ്. എങ്ങനെ മോഡൽ ഇരുന്നാല്? ഇത് 2015 വണ്ടിയാ. 15 മോഡല് ഹോണ്ട സിറ്റി ആണല്ലേ? അതെ. എന്താ ചെറുക്ക് വെള്ള കളറ്. ഇത് പുറത്തെ വണ്ടി കേട്ടോ. വെസ്റ്റ് ബംഗാൾ വണ്ടിയാ. പുറത്തുനിന്ന് റീ ആയ വണ്ടിയാണ്. അതെ. ഇത് ഓപ്ഷൻ ആയിരുന്നേ? ഇത് ഓപ്ഷൻ BX ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. എല്ലാം വരുന്നുണ്ട്. എത്ര അങ്ങനെയാണ് ഓടിക്കണ്ട്? ഇത് 1.16 കാണിക്കുന്നത് മീറ്ററിൽ. മീറ്റർ കാണിക്കണ്ട്. നമ്മളെ ജെനുവിറ്റി പറയില്ല. ഇല്ല, നമ്മള് പുറത്തെ വണ്ടിയല്ലേ? മീറ്റർ കണ്ടാ പറയുള്ളൂ അല്ലേ? ഇന്ത്യൻ കാറുകളൊക്കെ ഉഷാറാണല്ലേ? അതെ. ഫുള്ള് സെറ്റ് വണ്ടി അല്ലേ? അതെ. ഓണർഷിപ്പ് എത്ര ഗുണാണ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. ഇപ്പൊ നിലവിലുള്ളത്? നിലവില്. ഇങ്ങോട്ട് മാറ്റുമ്പോ സെക്കൻഡ് ഓണറാ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം.
എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മളിത് ചോദിക്കല നമ്മളിത് 5,20 നമുക്ക് കൊടുക്കാം. 5,20,000 കൊടുക്കാം. അതിന് കുറയാൻ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ലോൺ കയറില്ല ഇതിമേ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും ചെയ്തു കൊടുക്കും. എന്തായാലും ഒരു 10-20 30 രൂപ കറക്കുമോ? അത് 50 രൂപ മുടക്കില്ലേ? നമുക്ക് പറയാൻ പറ്റൂല. ഓരോ കസ്റ്റമർ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല, പറയാൻ പറ്റൂല. പ്രൊഫൈലായിട്ട് മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഡീസൽ തന്നെ. ഇത് ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ 20 മേലെ മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ റോക്കറ്റ് പോകേണ്ട ധൈര്യമായിട്ട് പറയാൻ പറ്റും. അടുത്ത വണ്ടി അൾട്ടീസിലെ. അൾട്ടീസ് നല്ല അടിപൊളി സെഡാ വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2011 വണ്ടി. 11 മോഡലാണല്ലേ? അതെ. ഇത് ഓപ്ഷനാ വരുന്നത്? ഓപ്ഷൻ ജി ഓപ്ഷനാ. ജി ഓപ്ഷനാണ് വരുന്നത്. ജി. അതെ. ഓക്കെ. എത്ര ഓടികളെന്നാല്? ഇത് 1.56 മീറ്ററിൽ കാണിക്കണം കേട്ടോ. 1,56,000 കിലോമീറ്റർ ഓടിക്കണ്ട മീറ്റർ കാണിക്കുന്നുണ്ട്. അതെ, പുറത്തെ വണ്ടിയാണ്. ഓക്കെ. റീവണ്ടി ആണല്ലേ? അതെ. ഇവിടെ നമ്പർ ആക്കിയാണ്ട് നമുക്ക് 3 MB കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 3,80,000 രൂപയ്ക്ക് നമുക്ക് വണ്ടികൾ കൊടുക്കാം. ഓണർഷിപ്പ് സെക്കൻഡോ? ഇത് ഓണർഷിപ്പ് തേർഡാ വരുന്നത്. നിലവിലുണ്ട്. മാറിന്റെ ശേഷല്ലേ? അതെ. റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറയാനല്ലേ? ഇതുമ്പോ ലോൺ എത്ര കയറുന്നാലേ? ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 10,50,000 1,00,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാല്ലേ? അടിപൊളി സഡാ വണ്ടികളെ കൊണ്ടുപോകാം. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടോ? മൈലേജ് 10 കിലോമീറ്റർ മൈലേജ്. ഹോണ്ട സിറ്റിനോട് പറഞ്ഞ മാറി തന്നെ നല്ല അടിപൊളിയായിട്ട് ലക്ഷറായിട്ട് പോകാം. വണ്ടിയല്ലേ? ടയോട്ടന്റെ കംപ്ലൈന്റ് വരൂലേ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? അതെ. ന്യൂ ഷേപ്പ് വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 വണ്ടിയാണ്. 17 മോഡലുണ്ട്. അതെ. 5,500 അമ്പറല്ലേ? അതെ. ഇത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ ZD വരുന്നത്. ഏറ്റവും ഫുള്ളോടെ ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇതിന് മേപ്പിട്ടില്ലേ? മേപ്പിട്ട് ZD പ്ലസ് വരുന്നുണ്ട്. പ്ലസ് വരുന്നുണ്ട്. അതെ. ഇത് ZD. കിലോമീറ്റർ ഓടിക്കണമെന്നാല്? ഇത് 1.53 ഓടിക്കും. 1.53. അതെ. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടാവും. ജെനുവിന് ഫുള്ള് പക്ക ഹിസ്റ്ററിലുണ്ട്. കമ്പനി ഷോറൂം ഹിസ്റ്ററിലുണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറില്ലേ? പക്ക. ടയർ കാര്യം അതും ഉണ്ട്. ടയർ കാര്യങ്ങൾ എല്ലാ ഭാഗം ക്ലിയർ. ക്വാളിറ്റി വണ്ടിയാ, ഹൈ ക്വാളിറ്റി വണ്ടിയാ. അതെ. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ? സിംഗിൾ ഓണറാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ? ഇത് നമ്മൾ 5,90 വെക്കണം. 5,90. അതെ. അതിലെന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഒക്കെ ഡിസംബർ ആയതുകൊണ്ടൊക്കെ ഓഫർ കൊടുക്കും. പക്ക ഓഫർ. എല്ലാ ഓഫറില് മാക്സിമം വില അമ്മയായിട്ടല്ലോ. ലോൺ എത്ര കയറുന്നാലേ? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ഒന്നാണ് കയറും. പറയാൻ പറ്റൂല. നമുക്ക് പ്രൊഫൈലേ മെയിനായിട്ട് പറഞ്ഞില്ല. അതെ, ചെയ്ത് കൊടുക്കാം. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരു 10,50,000 മുടക്കിലൊക്കെ ഏകദേശം വണ്ടികളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലോൺ ചെയ്യുന്നില്ലല്ലോ. ഏതായാലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സെറ്റ് ആക്കി കൊടുക്കും. ഓല് വന്നാൽ മാത്രം മതി. വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡീറ്റെയിൽസ് പറഞ്ഞു. ഇതില് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 20 കിലോമീറ്ററിന്റെ മേലെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഡിസൈർ അല്ലേ? ന്യൂ ഷേപ്പ് ഓൾഡ് ഷേപ്പില്ലേ? ഞങ്ങളെ മോഡലുണ്ട്. ഇത് 2013. 13 ആണല്ലേ? ഇത് ഓപ്ഷൻ ഉണ്ട്. ഇത് VDI ആണ്. എത്ര ഓടിക്കണോ? ഇത് 1.36 അങ്ങനെ ഓടി. കറക്റ്റ് ഓട്ടോളാ? ജെനുവിൻ ഓട്ടാണ്. അതെ. അലവിലെ കുറച്ച് ചെയ്ത വണ്ടിയില്ല? അലവിൽ എക്സ്ട്രാ ചെയ്താണ്. ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പിനപ്പോ നിലവിലുള്ളല്ലേ? അതെ. റീപ്ലേസുകൾ ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട് കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ചോദിക്കുന്നത് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 രൂപയ്ക്ക് 13 മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം. അതിൽ വേണേ എന്തേലും പൊട്ടിച്ചാണോ? കസ്റ്റമർ വന്നോടല്ലേ? ഓക്കെ. 3,40,000 ചോദിക്കണ്ടേ? ലോൺ എത്ര കയറുന്നാല്? ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യും. ഒരു 10,50 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. 10,50 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? എല്ലാ വിലയും മുട്ടിച്ച പറഞ്ഞില്ലേ? അതാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതെന്തായാലും 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാറല്ലേ? അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? സിൽവർ കളർ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2008. 8 മോഡലാണ്. അതെ. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് പുതിയ പേപ്പർ എടുത്തോണ്ട്. പുതിയ പേപ്പറാണ്. 5 വർഷം പേപ്പറുള്ളതുണ്ട്. എത്ര ഓടിക്കണെന്നാല്? ഇത് 1 സംതിങ് ഓടിക്കണോ? അതെ. VDI. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സിംഗിൾ ഓണറാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ജെനുവിൻ വണ്ടിയാ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ടയർ കാര്യങ്ങൾ എല്ലാ ഭാഗം കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമ്മളിത് ചോദിക്കുന്നത് 1.90 വെക്കണം. ക്വാളിറ്റി വണ്ടിയാട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. അതാണ് 1,90,000 ആണ്. 5 വർഷം പേപ്പർ എടുത്ത വണ്ടി. എല്ലാ ക്വാളിറ്റി. അതെ. ഇതുപോലെ ലോൺ കയറുന്നാല്
നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു സേർട്ട് ലോണേ കയറുള്ളൂ, ബാങ്ക് ലോൺ എന്തായാലും കയറില്ല. 8 മുതൽ 5 വർഷം ആളുകൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓല് വന്നാൽ മതി. ചുറ്റോട്ടിൽ കഴിഞ്ഞാൽ സെറ്റപ്പിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടും? 10 രൂപ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും, ചോദിക്കാനൊന്നുമില്ല, കിട്ടും. ആ മൈലേജ് അതാണ്. എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി സണ്ണി ആണല്ലോ, സണ്ണിക്കുട്ടൻ സട വണ്ടി. അതെ, എങ്ങനെ മോഡലുണ്ട് ഇത്? 2011 11 മോഡൽ ഉണ്ട്. ഇത് ഓപ്ഷൻ എക്സൽ ആണല്ലേ? അലവിലെ കർഷ ചെയ്ത എത്ര ഓടിക്കണെന്നാലേ? ഇത് 1 സംതിങ് ഓടിക്കണോ? ഡോൾട്ടൂണ്ട് കളർ ചെയ്തോണ്ടല്ലേ? ബാക്കിൽ ചെറിയ സ്കാറ്റിംഗ് ചെയ്തോണല്ലോ. 1 തീയതി ഓടിക്കണ്ട്. 1 സംതിങ് ഓടിക്കണേ. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3 നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അയ്യോ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? നമ്മൾ ചോദിക്കുന്നത് 2.15. 2,15,000 ആണ് ചോദിക്കുന്നത്. അതിലെന്തായാലും കുറച്ച് കൊടുക്കും, മാക്സിമം കമ്മിയാക്കാൻ. അതാണ്. ലോൺ എത്ര ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം. ഒരു 50-60 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസലാകുമ്പോ ഏകദേശം ഒരു 20 കിലോമീറ്ററിന്റെ മേലെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. നല്ല ലെഗ് പൈസ ഉള്ള വണ്ടി അല്ലേ? ലക്ഷറായിട്ട് പോകാം. ഓക്കെ. അടുത്തുണ്ടല്ലോ അടിപൊളി Q7 ആണിത്. Q7 നല്ല അടിപൊളി ലക്ഷറി വണ്ടി അല്ലേ? ഒരു XUV ആണല്ലേ? പുറത്തെ വണ്ടിയാണ്. പുറത്തെ വണ്ടി പോണ്ടിച്ചേരി വണ്ടിയാണല്ലേ? എങ്ങനെ മോഡൽ ഇരുന്നാല്? 2011 മോഡലാണ്. എത്ര ഓടിക്കണത്? ഇത് 1ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഓപ്ഷൻ പറയാൻറ്റോ? ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. എന്നാ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. കണ്ടമാനം സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. എല്ലാ ഓപ്ഷനും വരുന്നില്ല. അടിപൊളി XUV. അത് 7 സീറ്റ് വണ്ടി ആയിരുന്നില്ലേ? 7 സീറ്റാണ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണത്? നമ്മൾ 8 രൂപയിൽ കൊടുക്കാം. 8.5 ലക്ഷം റുപ്യക്ക് കേരള നമ്പർ ആക്കുവോ? നമ്പർ ആക്കൂല, അങ്ങനെ കൊടുക്കും. നമ്പർ ആക്കാതെ PV കൊടുക്കും, പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ് കൊടുക്കൂലേ? 8.5 ലക്ഷം റുപ്യക്ക് ഓടി Q7 കൊടുക്കാം, 7 സീറ്റ് വണ്ടിയില്ലേ? ലോൺ കയറുമ്പോ ലോൺ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. കേരള നമ്പർ ആക്കിട്ട് ലോൺ കയറുള്ളൂ നമ്മൾ പറഞ്ഞില്ലേ? ഇങ്ങനെ കൊടുക്കണേ 8 ലക്ഷം റുപ്യക്കാണ് കൊടുക്കാല്ലേ? ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും? ഡീസലാകുമ്പോ എന്തായാലും 15 കിലോമീറ്റർ മേലെ മൈലേജ് ഉണ്ട്. എന്തായാലും കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ പിള്ളേർ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുക.